അതെ മിഥുൻ, ഞാനും സംയുക്തയും വളരെ ക്ലോസ് ഫ്രണ്ട്സാ. അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നീ ഇവിടെ മേഘനയെ കാണുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയിൽ വെച്ച് ആ സംയുക്തയെ കണ്ടു കാണുമല്ലോ. എന്നിട്ടെന്താ മേഘനയെ ഇവിടെ വെച്ചന്ന് ആദ്യമായിട്ട് കണ്ടപ്പോ നിനക്ക് സംയുക്തയെ കുറിച്ച് ഓർമ്മ വന്നില്ല? ഈ മേഘനയെ പോലെ തന്നെ അമേരിക്കയിലും വേറൊരു പെൺകുട്ടി ഉണ്ടെന്ന് എന്തുകൊണ്ട് അന്നേരം പറഞ്ഞില്ല? ഞാൻ പെട്ടുപോയല്ലോ. ഈ ചോദ്യത്തിന് ഞാൻ ഇനി എന്താ പറയുന്നേ? ഈ ആന്റി ആവശ്യമില്ലാത്ത കള്ളം പറഞ്ഞെന്നെ പെടുത്തിയല്ലോ. അയ്യോ, മഞ്ജരി ഇനി എന്ത് കള്ളം പറഞ്ഞത് കവർ ചെയ്യും? മിഥുന്റെ മുമ്പില് അധിക നേരം കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിന്നോടാ മഞ്ജരി ചോദിച്ചത്? അത് പിന്നെ മിഥുൻ, അതായത് ഇനി ഉത്തരം പറയാൻ മഞ്ജരി ശരിക്കും കഷ്ടപ്പെടും. എന്താ മഞ്ജരി ഇത്? ഞാൻ ചോദിച്ചതിന് നിനക്ക് ഉത്തരം പറഞ്ഞാൽ എന്താ? നീ അന്ന് മേഘനയെ കണ്ടപ്പോ സംയുക്തയുടെ ഒരു കാര്യം പോലും പറഞ്ഞില്ല. അതോ സംയുക്തയുമായി നിനക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് വെറുതെയാണോ? അപ്പോ നീ ഞങ്ങളോട് കള്ളം പറയായിരുന്നു അല്ലേ? ചേച്ചേ, കള്ളൊന്നും പറഞ്ഞല്ല മിഥുൻ. അത് പിന്നെ ഞാൻ തിരിച്ചു വന്ന സമയത്ത് നമ്മൾ രണ്ടാളും തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ലേ? അതുമാത്രമല്ല, ഫേസ് ഫീച്ചേഴ്സ് ഇത്രയും മാച്ചും അല്ലായിരുന്നു. അതുകൊണ്ടാ മേഘനെ ആദ്യമായിട്ട് കണ്ടപ്പോ സംയുക്തയുമായി അത്ര മാച്ച് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പൊ നല്ല മാച്ച് തോന്നുന്നുണ്ട്. മേഘനയും സംയുക്തയും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ. അത് ശരിക്കും സംയുക്ത തന്നെയാണെന്നാ. സംയുക്ത. അത് ശരിക്കും സംയുക്ത തന്നെയാണെന്നാണോ, മേഘനയല്ലെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അത് സംയുക്ത തന്നെയാ മിഥുൻ. ഞാൻ ഈ കാര്യത്തിൽ കള്ളം പറയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഇപ്പോ ഇവിടെ വന്നപ്പോഴാ എനിക്ക് തന്നെ ഓർമ്മ വന്നത്. ഞാനപ്പോ മറ്റെന്തോ ആലോചിക്കുകയായിരുന്നു. അത് തീർച്ചയായിട്ടും മേഘന ഒന്നുമല്ല. തീർച്ചയായിട്ടും അത് സംയുക്ത തന്നെയാ. നന്നായി, അറ്റ്ലീസ്റ്റ് നീയെങ്കിലും എനിക്കൊരു ക്ലാരിറ്റി തന്നല്ലോ. ഈശ്വര, ഇപ്പൊ ഒന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. മഞ്ജരിയുടെ സമയം എന്തായാലും കൊള്ളാം. അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞ് എല്ലാരും ഇവിടെ കൊന്നേനെ. എല്ലാവരോടും സംസാരിക്കുന്നതിന് വേണ്ടി സംയുക്ത മാഡം സ്റ്റേജിലേക്ക് വരുന്നു. മാഡത്തിന്റെ അധ്യക്ഷ പ്രസംഗം ഉടൻ ആരംഭിക്കുന്നതാണ്. എല്ലാവരും ദയവായി ഇവിടേക്ക് വരിക. പപ്പ, ഏതോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളെ കാണണമെന്ന് പറഞ്ഞല്ലേ എന്നെ എങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നിട്ട് ആ ആളെവിടെ? ആ ആൾ എപ്പോഴാ വരിക പപ്പ? എപ്പോ വരെ കാണാൻ പറ്റും? ചിക്കു ഇപ്പൊ മേഘയെ കാണുകയാണെങ്കിൽ വലിയ പ്രശ്നമാവൂല. അമ്മയാണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ ബഹളം വയ്ക്കും. ചിലപ്പോ പരിസരം മറന്ന് ചിക്കു മേഘയെ അമ്മയെന്ന് വിളിച്ചെന്നും വരും. അച്ഛാ, ഏതോ വലിയ ആളെ കാണാൻ വേണ്ടിയല്ലേ വന്നത്? എന്നിട്ട് ആളെപ്പോഴാ വരുന്നേ? വലിയ ആളാണെന്ന് പറയുമ്പോ നല്ല ഹൈറ്റ് ഉള്ള ആളാണോ? എന്നാ ഞാൻ എങ്ങനെ അയാളെ നോക്കും? പപ്പ, ഞാൻ പപ്പയോട് ചോദിക്കുന്നേ, ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? സംയുക്ത മാഡത്തെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പപ്പ, അതെന്റെ അമ്മയല്ലേ? അതെന്റെ അമ്മയല്ലേ? ഇവിടെ എന്തിനാ വന്നത്? അല്ല, ഇതെന്താ ഇങ്ങനെ ഡ്രസ് ചെയ്തിരിക്കുന്നേ? അമ്മ സാരി മാത്രമല്ലേ ഉപയോഗിക്കത്തുള്ളൂ? അമ്മയുടെ രൂപം ഉണ്ടെന്നേ ഉള്ളൂ, അത് ചിക്കുന്റെ അമ്മയല്ല. ഇല്ല പപ്പ,
പപ്പാ, ഇത് അമ്മ തന്നെയാണ്. എന്റെ അമ്മയെ കണ്ട എനിക്ക് മനസ്സിലാവില്ലേ? ഇതെന്റെ അമ്മ തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അല്ലടാ ചിക്കു, അത് പിന്നെ ഈ ആന്റിക്ക് അമ്മയുടെ രൂപം ഉണ്ടെന്നേ ഉള്ളൂ. നോക്കു ചിക്കു, ഇവിടെ ബഹളം ഉണ്ടാക്കരുത് പ്ലീസ് ചിക്കു. അച്ഛാ, ഇതെന്താ ഇത്? ഇതാണോ ആ വലിയ ആള്? കുറച്ചേരം ഒന്നും മിണ്ടാതിരിക്കും ചക്കി. അതല്ല അച്ഛാ, ഈ ആന്റി എന്താ ഇങ്ങോട്ട് വന്നേ? ചക്കി ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കാൻ പറഞ്ഞല്ലേ? വിവേക്, ഇവിടെ കൊണ്ടുപോയിക്കേ, അവിടെ ചെന്ന് കളിച്ചു. ചക്കി, അച്ഛൻ നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ കേക്കാത്തെ? അതല്ല ഞാൻ ചോദിച്ചത്. അത് ചിക്കുന്റെ അമ്മയല്ലേ? ഇവിടെ എന്തിനാ വന്നേ? അത് ചിക്കുവിന്റെ അമ്മയൊന്നും അല്ല ചക്കി മോളെ. പിന്നെ ആരാ അത്? ചിക്കുവിന്റെ അമ്മയെ പോലെ തന്നെ അതേ രൂപമുള്ള മറ്റൊരാളാ. അതെങ്ങനെ ശരിയാകും? ചിക്കുന്റെ അമ്മ എന്താ ഇത്ര പ്രായം കുറഞ്ഞു പോയേ? പ്രായം കുറഞ്ഞു പോയതല്ല മോളെ, അത് ചിക്കുവിന്റെ അമ്മയല്ലല്ലോ, അതുകൊണ്ടാ അങ്ങനെ. എന്തൊക്കെയാ പറയുന്നത്? ഈ പറയുന്നതും കേൾക്കുന്നതും ഒന്നും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. പക്ഷെ ഒരു കാര്യം മാത്രം സത്യ, ഇപ്പൊ ആ സ്റ്റേജിൽ നിൽക്കുന്നത് ചിക്കുവിന്റെ അമ്മയല്ല എന്ന കാര്യം. ഇനി ഈ കാര്യത്തില് മോൾ ആരോടും സംശയം ചോദിക്കരുത്, കേട്ടല്ലോ? ഗുഡ് ഈവനിങ് എവരിബഡി. ജെഎംആർ കമ്പനിയുടെ പ്രൊജക്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് ഞങ്ങൾ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട പ്രൊജക്ട് പൂർത്തിയാക്കുന്നതിന് വെറുമൊരു സാധാരണ രീതിയല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും കഴിവുള്ള ആളുകൾക്ക് ഞങ്ങൾ ഈ പ്രൊജക്ട് കൈമാറുന്നതായിരിക്കും. ഞങ്ങൾ ഇന്ത്യയിൽ ഈ പ്രൊജക്ട് ചെയ്യുന്നതിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങൾ നേരിട്ട് തന്നെ ഏറ്റെടുക്കണം. ആൻഡ് സെക്കൻഡ് വൺ, നമ്മുടെ നാടായ ഭാരതത്തിലെ സംസ്കാരങ്ങളും വ്യവസ്ഥിതികളുമെല്ലാം നേരിട്ട് മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ബന്ധങ്ങളും അവയുടെ മൂല്യങ്ങളും എനിക്കിഷ്ടമാണ്. ഇവിടുത്തെ കുടുംബ വ്യവസ്ഥയോട് എനിക്ക് വളരെയധികം ബഹുമാനമാണ്. നമ്മുടെ ഭാരതദേശത്ത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ ബന്ധം വളരെ പ്രസിദ്ധമാണ്. അത് ഈ രാജ്യത്തിന്റെ ഒരു ശക്തിയാണ്. എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ കുറവുകൾ ഉണ്ടായാലും ആ സംസ്കാരത്തെ ആരും മറക്കുന്നില്ല എന്നുള്ളതാണ് വലിയ കാര്യം. കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ അത് മാത്രമല്ല, ചേച്ചി, അനിയന്മാർ, വല്യമ്മ, വല്യച്ഛൻ, മാമന്മാർ, അളിയന്മാർ, ചേട്ടന്മാർ, അനിയത്തിമാർ, അങ്ങനെ എല്ലാവരും ചേരുമ്പോഴാണ് ഒരു കുടുംബം എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുടുംബ വ്യവസ്ഥകളോട് എനിക്ക് വല്ലാത്ത മതിപ്പാണ്. അമേരിക്ക വളർന്നിട്ടും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് എത്രമാത്രം അറിവുള്ള കുട്ടിയാണെന്ന് നോക്ക്. എത്ര നന്നായിട്ടാ സംസാരിക്കുന്നത്. എല്ലാത്തിനെ കുറിച്ച് അവൾക്ക് നല്ല അറിവാ. സംയുക്തയുടെ സ്പീച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ശരിയായിട്ടാ. ഈ കുട്ടിക്ക് ബന്ധങ്ങളെക്കുറിച്ചും കുടുംബങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ചും നല്ല അറിവുണ്ട്. നമുക്കെന്തായാലും ഈ കുട്ടി ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കണം. എന്താ പറ്റിയ മഞ്ജരി നിനക്ക്? ഒന്നുമില്ല ആന്റി. പക്ഷേ ഇത് സംയുക്തയാണോ സംയുക്തയുടെ രൂപമുള്ള മേഘനയാണോന്ന് ഇപ്പൊ എന്റെ സംശയം. നീ മാറാൻ പോകുന്നില്ല. മോളെ സംയുക്ത വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് സംസാരിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ആന്റി. എന്തായാലും ഒരു ദിവസം വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് വരണം. ഞങ്ങളപ്പോ കുട്ടി പറഞ്ഞതുപോലെ ബന്ധങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ചും കുടുംബങ്ങളിലെ ആചാര വ്യവസ്ഥകളെക്കുറിച്ചും വിശദമായി പറയാം. അതിനെന്താ ആന്റി, ഒരു പ്രശ്നമല്ല. ബിസി അല്ലാത്തൊരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാം.
വളരെയധികം സന്തോഷായി മോളെ. മോള് വരുന്ന ദിവസത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കും. തീർച്ചയായിട്ടും വരാം ആന്റി. ഞാനും നിങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴാ വരാൻ പറ്റുമെന്നും നിങ്ങളെയൊക്കെ ഇനി എപ്പോ കാണാൻ പറ്റുമെന്നും പേഷ്യൻസ് ഇല്ലാതെ വെയിറ്റ് ചെയ്യായിരുന്നു. ശരി, വരട്ടെ ആന്റി. ഉം. ബൈ. ബൈ. ഞാൻ എന്തേലും കാര്യം തെറ്റായിട്ട് പറഞ്ഞോ? അതോ ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ശല്യമായോ? അങ്ങനെയൊന്നും ഇല്ല ചിക്കു. പിന്നെ എന്താ ഫംഗ്ഷനിൽ വെച്ച് കണ്ടിട്ടും അമ്മ എന്നോട് സംസാരിക്കാത്തത്? അമ്മയ്ക്ക് എന്നെ അറിയാൻ പാടില്ലാത്തത് പോലെയാണല്ലോ പോയത്. അതെന്താന്ന് വെച്ചാ ആ കണ്ടത് നിന്റെ അമ്മയല്ലാത്തതുകൊണ്ടാ. അതെന്റെ അമ്മയാ, ഉറപ്പായിട്ടും അമ്മയാ. എന്നിട്ട് എന്താ എന്നെ കണ്ടിട്ട് അമ്മ ഒന്ന് സംസാരിക്കാത്തെ? എന്നിട്ട് എന്നെ കണ്ടിട്ട് എന്താ പരിചയമില്ലാത്ത പോലെ ബിഹേവ് ചെയ്തു പോയത്? ചിക്കു, ചാരു ടീച്ചർ പറഞ്ഞത് കേട്ടില്ലേ? അത് നിന്റെ അമ്മയല്ല. അതെന്റെ അമ്മയല്ലെങ്കിൽ അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണല്ലോ. അമ്മയോട് എന്തായാലും നേരിട്ട് തന്നെ ചോദിക്കണം, അപ്പോ അറിയാൻ പറ്റുമല്ലോ. അമ്മ, അമ്മ. അല്ല അർജുൻ, ഫംഗ്ഷനൊക്കെ കഴിഞ്ഞോ? ഭംഗിയായിട്ട് കഴിഞ്ഞു അമ്മേ. ഗ്രാനി, ആ? അമ്മ എവിടെയുണ്ടോ? ആ, ഗ്രാനിയോട് ഞാൻ ചോദിച്ചത് അമ്മ ഇവിടെ ഉണ്ടോ ഇല്ലയോ? ആ, അത് പിന്നെ അത് അമ്മ ഇവിടെ ഇല്ല അല്ലേ? കണ്ടില്ലേ, അമ്മ ഇവിടെ ഇല്ല. അപ്പൊ ഫംഗ്ഷൻ വെച്ച് കണ്ടത് അമ്മയെ തന്നെയാണല്ലോ. അവിടെ അമ്മയുണ്ടായിരുന്നത്, ഇവിടെ അമ്മയെ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ലേ ശരി? അമ്മ ഇവിടെ തന്നെയുണ്ട്. അമ്മ, അമ്മ. അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് ആരാ? അവിടെ എന്ന് വെച്ചാ എവിടെ? അവിടെ ഒരു ആന്റിയെ കാണാൻ അമ്മയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അറിയോ, എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോയി. അമ്മ ചിക്കുവിനോട് ഒരു തവണ പറഞ്ഞു തന്നിട്ടില്ലേ ഒരുപോലെയുള്ള ഒരുപാട് പേരുണ്ടെന്ന്? അമ്മ ഇപ്പോ ചിക്കുന്റെ കൂടെയല്ലേ ഉള്ളത്? സോറി അമ്മ. എന്നോട് ക്ഷമിക്കും മോനെ. എന്തൊക്കെ പറഞ്ഞാലും ശരി, നിനക്കെന്നെ ഏത് രീതിയിൽ കണ്ടാലും മനസ്സിലാവുന്നറിയാം. അമ്മയുടെ സ്നേഹവും അമ്മയുടെ സ്പർശവും ഒരിക്കലും മറക്കാനാവില്ല. എനിക്ക് മറ്റൊരു വഴിയുമില്ല ചിക്കു. നീ എന്നോട് ക്ഷമിക്ക. ചിക്കു, വേഗം പോയി ഫ്രഷ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് വാ. ശരി അമ്മേ. ചിക്കുവിനോട് ഇങ്ങനെ കള്ളം പറയേണ്ടി വരുന്നത് എനിക്ക് വിഷമാണ്. ഇപ്പൊ ഞാൻ അവനോട് പറഞ്ഞ കള്ളങ്ങളെല്ലാം എത്ര നാള് പറയേണ്ടി വരും ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ആവാ. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയ ഒരു ചെറിയ മുള്ളെടുക്കാൻ ശ്രമിക്കുമ്പോൾ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ എത്ര നാള് നമ്മൾ ഇങ്ങനെ അർജുൻ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഇവിടെ ഉണ്ടെന്ന് ചിക്കു കണ്ടതല്ലേ? ഇതിലൊരിക്കലും തെറ്റൊന്നുമില്ല മേഘ. നമ്മൾ ഇപ്പൊ ഇത് ചെയ്തേ പറ്റൂ. ചെയ്തത് വലിയൊരു തെറ്റാണെന്നോർത്ത് നീ എപ്പോഴും വിഷമിച്ചിരിക്കരുത്, മനസ്സിലായോ? ചേച്ചി, ഇതുപോലെ സംയുക്തമായിട്ട് എന്നെ മുൻപോട്ട് പോകാനാണോ തീരുമാനം? അടുത്ത ചുവട് വെച്ച് കഴിഞ്ഞു. അതെ ചാരു, എന്നോടൊപ്പം നീയും അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവണം. ഞാനോ? ഇത് നമുക്ക് കിട്ടിയൊരു അവസരമാണ്. ഈ അവസരം നമ്മൾ എങ്ങനെയും ഉപയോഗിക്കണം. ഈ പറയുന്നതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാവുന്നില്ല ചേച്ചി. നീ ആ വീട്ടിലുണ്ടായിരിക്കണം, ആ മനുഷ്യർക്കിടയിൽ തന്നെ ഉണ്ടായിരിക്കണം. എന്നാലേ നിന്റെയും വിവേകിന്റെയും കല്യാണം നടത്താൻ കഴിയുകയുള്ളൂ. എന്നെ അവിടെ കണ്ടാൽ എന്തൊക്കെ പ്രശ്നമാവൂന്ന് അറിയില്ലേ? ആ പ്രിയമത എന്നെ കണ്ടതിന് തന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഒരു ശത്രുവിനെ പോലെ എന്നെ കാണുന്നത്. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്ത് ധൈര്യത്തിൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്? എന്തെങ്കിലും വഴി ഉണ്ടാക്കണം ചാരു. ചാരുവിന് ചിലപ്പോ തനിച്ച് ആ വീട്ടിലേക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മുടെ സംയുക്ത വിചാരിച്ച ആ കാര്യം സാധിക്കാൻ എളുപ്പമായിരിക്കും. എന്നുവെച്ചാ
അത് ശരിയാ അർജുൻ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പൊ സംയുക്ത അവർക്ക് വളരെ വലിയ ആളാ. സംയുക്തയോട് അവർക്ക് വലിയ സ്നേഹ. അപ്പൊ സംയുക്തയുടെ കൂടെയുള്ള ചാരുവിനും അവിടെ അത്ര തന്നെ വില കിട്ടില്ലേ? അതങ്ങനെയല്ലേ? ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചു. താങ്ക് യു അർജുൻ. ചാരു, നീ റെഡിയാവണം. ശരി ചേച്ചി. വെൽക്കം ടു ഇന്ത്യ, മിസ് സംയുക്ത. എന്നെ ഇന്ന് കണ്ട സമയത്ത് ഒരുപാട് പേര് ഷോക്കാവുന്നു. മിഥുൻ, നീ പറഞ്ഞതുപോലെ മറന്നെന്ന് പറഞ്ഞ പഴയ കാര്യങ്ങളെല്ലാം പൊടി തട്ടിയെടുക്കുകയാണല്ലേ? എല്ലാം മറന്നെന്ന് പറഞ്ഞ മനസ്സിനെ പറ്റിക്കുകയായിരുന്നല്ലേ? മരിച്ചുപോയ മേഘനയെ കുറിച്ച് നീ ഇപ്പൊ ഓർത്തു നിൽക്കുക? അതെന്തിനു വേണ്ടിയാന്ന് കൂടി പറയൂ. സംയുക്ത ശരിക്കും നമ്മുടെ മേഘനയെ പോലെ തന്നെ ഇരിക്കുന്നേ. അത് കണ്ടപ്പോ ശരിക്കും അത്ഭുതം തോന്നി. എന്തോ അവള് സംയുക്തയാണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇപ്പോഴും എന്റെ മനസ്സിൽ അവള് മേഘന തന്നെയാണെന്ന് തോന്നിക്കൊണ്ടിരിക്കുക. എന്റെ സംശയം അത് തന്നെയാ. അവള് മേഘനയാവാനാ കൂടുതൽ ചാൻസ്. അതുകൊണ്ട് എന്റെ മനസ്സിലേക്ക് മേഘനയെ കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വന്നു. പക്ഷേ വിവേക് കാണിച്ച പ്രൂഫുകളൊന്നും വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. അത് മാത്രമല്ല മഞ്ജരി, നിനക്കും സംയുക്തയായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ മനസ്സിനൊരാശ്വാസമായത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതൊക്കെ പ്രിയംവദാനി പറഞ്ഞതല്ലേ? ഒരു ആവേശത്തിനും അത്യാഗ്രഹത്തിന്റെ പേരിലും സംയുക്ത അറിയാമെന്ന് ഞാനും സമ്മതിച്ചു. ഇനി എനിക്ക് സംശയം ഉണ്ടെങ്കിൽ പോലും അതൊന്നും തുറന്ന് പറയാനും പറ്റില്ല. ശരി ശരി, എന്തായാലും അവള് മേഘനയല്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ട് ഇനി വെറുതെ സംശയിച്ചും ആലോചിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ആ സംയുക്ത ഇങ്ങോട്ട് വരാൻ സമയമായി. എല്ലാം റെഡിയല്ലേ? അതെ അതെ, എല്ലാം റെഡി. മഞ്ജരി, വാ താഴേക്ക് പോ. എന്തിനാ? ആ മേഘനെ ആരതിയൊഴിഞ്ഞ് ആനയിക്കുന്നത് കാണാൻ വേണ്ടിട്ടാണോ? അത് മേഘനയല്ല, സംയുക്തയാണ്. ആന്റി, എന്റെ അതേ സംശയം തന്നെ മിഥുനും ഉള്ളത്. ആ സംയുക്ത മേഘനയാണെന്ന്. പക്ഷെ ഞാനും സംയുക്തയും ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ള ആവശ്യമില്ലാത്ത കള്ളത്തരൊക്കെ കേട്ടിട്ട് മിഥുൻ അത് വിശ്വസിച്ചിരിക്കുക. സംയുക്തയും മേഘനയും രണ്ടുപേരാണെന്നുള്ളത് വിശ്വസിക്കുകയും ചെയ്തു. ഓഫ് കോഴ്സ്, അവര് രണ്ടുപേരും വേറെ വേറെയാണ്. നീ ആവശ്യമില്ലാത്ത സംശയങ്ങൾ വെച്ച് നടക്കുന്നു. ഈ സംശയം കൊണ്ട് തല പോയിക്കുന്ന നീയാ. അതങ്ങനെ അല്ല ആന്റി. എനിക്കുള്ള അതേ സംശയം തന്നെ ഇപ്പൊ മിഥുനും വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതെന്തായാലും മേഘന തന്നെയാണ്. എത്രയൊക്കെ മറച്ചു പിടിക്കാൻ നോക്കിയാലും സത്യം ഒരു നാൾ മറന്നേക്ക് പുറത്തു വരുമല്ലോ. സത്യം പുറത്തു വരാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പരിശ്രമിക്കും. അത് മേഘന തന്നെയാണെന്ന് കണ്ടുപിടിച്ചിരിക്കും. മഞ്ജരിക്ക് ഈ കാര്യത്തിലെ വട്ട് പിടിച്ചതുപോലെ ആയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ ആലോചിക്കുന്നത് ആന്റി? ഒന്നുമില്ല, വന്നേ. അരുണമേ, സംയുക്ത വരുന്നതിന് ഗംഭീര ഒരുക്കങ്ങളാണല്ലോ നടത്തിയിരിക്കുന്നത്. അതെ ഏട്ടാ, ഒന്നിനും ഒരു കുറവുണ്ടാവരുതെന്ന് തോന്നി. റെഡ് കാർപ്പറ്റും ഗ്രീൻ കാർപ്പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുക്കങ്ങൾ കുറച്ച് ഓവർ ആയിട്ടില്ലേ? നമ്മൾ കുറച്ച് ഓവറായിട്ട് ചെയ്താലേ റിസൾട്ട് കുറച്ച് ഓവറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ആ പ്രോജക്റ്റിന്റെ കാര്യം അങ്ങ് മറക്കാൻ പാടില്ല.